യൂറോ കപ്പിന് തുടക്കം കുറിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. യൂറോ കപ്പിലെ ഓരോ ഗ്രൂപ്പുകളെയും പരിചയപ്പെടാം. 6 ഗ്രൂപ്പുകളിലായി 24 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ജർമ്മനിയിൽ നടക്കുന്ന മത്സരത്തിൽ ആതിഥേയരുടെ ഗ്രൂപ്പ് എയിൽ സ്കോട്ട്ലൻഡ്, ഹംഗറി, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് ഉൾപ്പെടുന്നത്. ഗ്രൂപ്പ് ബിയിൽ നടക്കുക കരുത്തന്മാരുടെ പോരാട്ടമായിരിക്കും. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിയോടൊപ്പം സ്പെയിൻ, ക്രൊയേഷ്യ, അൽബേനിയ എന്നീ ടീമുകളും ഉൾപ്പെടുന്നു. ഇറ്റലിയും സ്പെയിനും ക്രൊയേഷ്യയും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ മത്സരിക്കുമ്പോൾ കറുത്ത കുതിരകളാകാൻ ശേഷിയുള്ളവരാണ് അൽബേനിയ. ഗ്രൂപ്പ് സിയിൽ സ്ലൊവേനിയ, സെർബിയ, ഡെൻമാർക്ക്, ഇംഗ്ലണ്ട് എന്നിവരാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകൾ എന്ന പട്ടവുമായി മൈതാനത്തിറങ്ങുന്ന ഇംഗ്ലീഷ് പടയ്ക്ക് ഇത്തവണ ഒരു പടി കൂടി ഉയർന്ന് കിരീടത്തിലെത്തണം. ഗ്രൂപ്പ് ഡിയിൽ നെതർലാൻഡ്, ഫ്രാൻസ്, ഓസ്ട്രിയ, പോളണ്ട് ടീമുകളും ഗ്രൂപ്പ് ഇയിൽ റൊമാനിയ, ബെൽജിയം, സ്ലൊവേനിയ, യുക്രൈൻ ടീമുകളും മത്സരിക്കും. അവസാന ഗ്രൂപ്പായ എഫിൽ ചെക്ക് റിപ്പബ്ലിക്, തുർക്കി, ജോർജിയ, പോർച്ചുഗൽ പോരാട്ടം നടക്കും. ആദ്യ ദിവസം ഒരു മത്സരവും മറ്റു ദിവസങ്ങളിൽ 3 മത്സരങ്ങളുമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.